ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് കായ വറുക്കാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ ഒരു 4 കിലോ പച്ചക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ച കായൊക്കെ അതിലേക്ക് മുക്കി താഴ്ത്തി വെച്ച് കൊടുക്കാം. എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ കായയുടെ കറൊക്കെ പോയി വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കറയുടെ ഒരു ടേസ്റ്റ് വരും നമ്മൾ കായ വറുത്താൽ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത് ഏകദേശം 1-2 മണിക്കൂർ ഇങ്ങനെ വെക്കണം കേട്ടോ നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുക വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ. എന്നാലാണ് എൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. പിന്നെ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നന്നായി കറൊക്കെ പോയിക്കോട്ടെ. ആദ്യമായിട്ട് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് വെറുതെ കലക്കി കൊടുത്തു. ഇനി കുറച്ച് നേരം അതൊന്നും അവിടെ ഇരിക്കട്ടെ, ഒരു 1-2 മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇതാ ഏകദേശമൊക്കെ സെറ്റായി വന്നു. ഇപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ മേലത്തെ വെള്ളമൊക്കെ നമുക്കൊരു തുണി വെച്ചിട്ട് തുടച്ച് കളയണം. വെള്ളത്തിൻ്റെ ഈർപ്പം പാടില്ല കേട്ടോ. എല്ലാത്തിൻ്റെയും വെള്ളം കളയണേ. ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നന്നായി ഒന്ന് തുടച്ചെടുക്കണം. എന്നാൽ അതിനുശേഷം മാത്രം നമുക്ക് കായ വറുക്കെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കണില്ലേ എല്ലാവരും? ഇപ്പം നല്ല മഴയൊക്കെ അല്ലേ എല്ലാവരും നാട്ടിലും? ഞങ്ങളിവിടെയൊക്കെ നല്ല മഴയാണ്. അപ്പോൾ നല്ല മഴയത്തൊക്കെ നമുക്ക് കട്ടൻ ചായ കൂട്ടി കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഐറ്റമാണ് കായ വറുത്തത് അല്ലേ. കായ വറുത്തത് പിന്നെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ആർക്കും ഇഷ്ടമില്ലാത്ത ഉണ്ടാവില്ല, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. 4 കിലോനൊന്നും ഉണ്ടാക്കണമെന്നില്ല, 1 കിലോനൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് കുറച്ചൊക്കെ ഉണ്ടാക്കിയാലും മതി. നമുക്കൊരു ചായക്കല്ലേ. അപ്പോൾ എന്നാൽ ഞാൻ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണയൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതാ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൽ സ്ലൈസർ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സ്ലൈസർ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ കായൊക്കെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ചിപ്സായിട്ട് കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. കുറേ ദിവസമൊക്കെ നമുക്ക് കേട് വരാതെ ഉപയോഗിക്കാനും പറ്റും. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഇനി അതൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. കട്ട പിടിക്കരുത് കേട്ടോ, പരസ്പരം ഒട്ടിപ്പിടിക്കരുത്. അപ്പോൾ അത് വെന്ത് മുരിഞ്ഞ് കിട്ടില്ല, നമുക്ക് നല്ലവണ്ണം വറവായിട്ട് കിട്ടില്ല. അപ്പോൾ എല്ലാതും ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. കൂട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും വേർതിരിച്ചിട്ടാലാണ് അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണേ. പിന്നെ എൻ്റെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണമെന്നില്ല കേട്ടോ. എല്ലാവരും ഒന്ന് അറിയിക്കൂ. എന്നാലാണ് എനിക്ക് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ ഒരു വറവായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു സ്പൂൺ വെച്ചിട്ട് കുറേശ്ശെ, ഉപ്പ് കൂടാനും പാടില്ലല്ലോ. അപ്പോൾ അപ്പോൾ ഏകദേശമൊക്കെ സെറ്റായി നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ അതാ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് ചിപ്സ് വറുത്തെടുത്തു കേട്ടോ. നമ്മൾ കായ വറുത്തതെന്നും പറയും, ചിപ്സ് എന്നും പറയുമല്ലോ. അപ്പോൾ ഇതാ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയും കൂടി അങ്ങനെ ചെയ്തെടുക്കണം. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ചിപ്സാണ് കേട്ടത്. എല്ലാവരും ട്രൈ ചെയ്തോളൂ, എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ നല്ല വില കൊടുത്തിട്ടല്ലേ മേടിക്കുന്നത്. ഇങ്ങനെ മേടിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് വീട്ടിലുണ്ടാക്കി കഴിക്കാനും പറ്റില്ലേ. കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് അത്ര തോനൊന്നും കിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പും കൂടി അടുത്ത കായം കൂടി എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ എല്ലാ കായും ചെയ്യണേ. ഒരു കായാണ് ഒരു ട്രിപ്പിൽ പോവുള്ളൂ കേട്ടോ. ഞാൻ 1 കിലോ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് ഉരുളിയിൽ. അപ്പോൾ നമ്മൾ കൈയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, നല്ല മൂർച്ചുള്ള ബ്ലേഡാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാതും ആക്കിയെടുക്കണം. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ച് വെച്ചാൽ മതി കേട്ടോ. സ്ലൈസർ വാങ്ങിച്ച് വെച്ചാൽ മതി. അധികം വിലയൊന്നുമില്ല. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ച് കഴിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ എൻ്റെ മോനൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവനൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഇക്കാക്കും അതേ ഭയങ്കര ഇഷ്ടമാണ് ചിപ്സൊക്കെ. ചിപ്സ് ഇഷ്ടമില്ലാത്ത ഒരാളും ഉണ്ടാവില്ല അല്ലേ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഓണമൊക്കെ അല്ലേ വരാൻ പോണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. എന്നാൽ ഇനി ഇതിപ്പോൾ നമ്മളിങ്ങനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. കട്ട പിടിക്കരുത് കേട്ടോ. കട്ട പിടിച്ചാൽ ആ ചിപ്സ് വേവില്ല. അത് അധികം വറവായി കിട്ടില്ല. നല്ല വറവായിട്ടില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, പെട്ടെന്ന് തണുത്ത് പോകും. നല്ലോണം വറവായ മാത്രമാണ് ചിപ്സിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കുറേ ദിവസമൊന്നും വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല നൈസായിട്ട് തന്നെയാണ് നമ്മളെ ചിപ്സിൻ്റെ ഇത് വന്നിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ അതാ കുറച്ച് മഞ്ഞൾ കലക്കി വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ.
നോക്കിയിട്ട് എത്രത്തോളം വേണം വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഒരു വിധത്തൊക്കെ വറവായതിനു ശേഷമാണ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചിപ്സൊക്കെ റെഡി ആയിട്ട് അടിപൊളിയായി വന്നിട്ടുണ്ട്. അത്യാവശ്യം ചിപ്സും ഉണ്ട് കേട്ടോ അങ്ങനെ വറുത്താൽ. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബായ്.